ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്ന സെനറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഫ്രഞ്ച് പാർലമെൻറ്റിന് രണ്ട് സഭകളാണുള്ളത്. ഒന്നാമത്തേത് സെനറ്റും രണ്ടാമത്തേത് നാഷണൽ അസംബ്ലിയുമാണ്. ഇപ്പോൾ നാഷണൽ അസംബ്ലി അധോ മണ്ഡലമെന്നും അതുപോലെ തന്നെ സെനറ്റ് ഉപരിമണ്ഡലം എന്നുമാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ ഇരു സഭകൾക്കും തുല്യ അധികാരങ്ങളാണ് ഉള്ളത് എങ്കിലും ധനകാര്യ ബില്ലുകളെല്ലാം തന്നെ ആദ്യം അവതരിപ്പിക്കപ്പെടേണ്ടത് നാഷണൽ അസംബ്ലിയിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ സെനറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലമാണ് സെനറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലം എന്നറിയപ്പെടുന്ന ഈ സെനറ്റ് ഒരു സ്ഥിരം സമിതിയാണ്. ഓക്കെ, അപ്പോൾ നേരെ മറിച്ചിട്ട് നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് അതൊരു ജനപ്രതിനിധി സഭ കൂടിയാണ്. അതിൻ്റെ കാലാവധി 5 വർഷമാണ്. അതേസമയം ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ ഉപരിമണ്ഡലമായ സെനറ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് കാലാവധിയിൽ ഇതൊരു സ്ഥിരമായിട്ട് ഫ്രാൻസിലുള്ള ഒരു സമിതിയാണ്. ഓക്കെ, സ്ഥിരം സമിതി എന്നാണ് ഈ സെനറ്റ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് തുടർന്നു കൊണ്ടേ പോകുന്ന ഒരു സമിതിയാണ്. ഓക്കെ, അതായത് സ്ഥിരമായിട്ടുള്ളൊരു സമിതി കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഇലക്ട്രൽ കോളേജിനാൽ 9 വർഷത്തേക്കാണ് ഈ സെനറ്റ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെനറ്റിൻ്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ സെനറ്റിൻ്റെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നേരിട്ടല്ല നടക്കുന്നത്. മാത്രമല്ല ഇതിലെ അംഗങ്ങളുടെ വിരമിക്കൽ സിസ്റ്റത്തെ പറ്റി പറയുകയാണെങ്കിൽ സെനറ്റിലെ 1/3 അംഗങ്ങൾ എല്ലാ 3 വർഷത്തിന് ശേഷവുമാണ് വിരമിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങൾ ആരാണെന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രഞ്ച് പാർലമെൻ്ററി പ്രതിനിധികളും അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റ് കൗൺസിലുകളിലെ അംഗങ്ങളും മാത്രമല്ല മുനിസിപ്പാലിറ്റികളിലെ ഈ പ്രതിനിധികളെല്ലാം തന്നെയാണ് ഈ ഇലക്ട്രൽ കോളേജിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ നാഷണൽ അസംബ്ലിയും ഈ സെനറ്റും തമ്മിൽ താരതമ്യം ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ നാഷണൽ അസംബ്ലിക്ക് ഉള്ളതിനേക്കാൾ വളരെയധികം കുറഞ്ഞ അധികാരങ്ങൾ മാത്രമാണ് സെനറ്റിനുള്ളൂ. അപ്പോൾ ഇങ്ങനെ സെനറ്റിനേക്കാൾ കൂടുതൽ നാഷണൽ അസംബ്ലിക്ക് ഭരണഘടന പ്രകാരം കൂടുതൽ അധികാരങ്ങൾ കൈക്കൊള്ളാൻ കാരണം ഭരണഘടനയിലെ 3 വ്യത്യസ്ത വ്യവസ്ഥകളിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അവ എന്തെല്ലാമാണെന്ന് നോക്കിയാൽ ഒന്നാമത്തേത് എല്ലാ ധനകാര്യ ബില്ലുകളും ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത് നാഷണൽ അസംബ്ലിയിലായിരിക്കും എന്നതാണ്. ഓക്കെ, അപ്പോൾ സെനറ്റ് 2ാം സ്ഥാനത്തേക്ക് അതിൽ മാറ്റപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഭരണഘടനാപരമായിട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം സെനറ്റിനേക്കാൾ നാഷണൽ അസംബ്ലിക്ക് ആണ് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് എല്ലാ ധനകാര്യ ബില്ലിൻ്റെ കാര്യത്തിൽ എല്ലാ ധനകാര്യ ബില്ലുകളും ആദ്യം അവതരിപ്പിക്കപ്പെടേണ്ടതും നാഷണൽ അസംബ്ലിയിലായിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടാമത്തേത് ഈ 2 സഭകളും തമ്മിൽ അതായത് സെനറ്റും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലിയും തമ്മിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സംയുക്ത സമിതി ഇടപെടുകയും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സംയുക്ത സമിതിക്ക് ഒരു അതായത് ഒരു പൊതു തീരുമാനമെടുക്കാൻ സാധിക്കാതെ വരികയും ഈ 2 സഭകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ ഈ സമിതിക്ക് സാധിക്കാതെ വന്നാൽ ഇതിനെ ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ അഥവാ അന്തിമ തീരുമാനം എടുക്കുന്നതിന് വേണ്ടി പ്രസിഡൻറ്റ് നാഷണൽ അസംബ്ലിയോട് അപേക്ഷിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ പ്രകാരം നാഷണൽ അസംബ്ലി അവിശ്വാസ പ്രമേയം ഹാജരാക്കിയാൽ ക്യാബിനറ്റ് രാജിവെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ നാഷണൽ അസംബ്ലിയോട് മാത്രമാണ് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെനറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചില പോയിൻറ്റ്സുകൾ മാത്രമാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് സംശയങ്ങളൊക്കെ നിവാരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് വളരെയധികം കൂടുന്നതായിരിക്കും. അപ്പോൾ BA നിലവാരത്തിലുള്ള ക്ലാസ്സാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.